അവിടെ തയ്യാറാണ്. വിനോദ്, വലിയ പൂരത്തിന് മുൻപുള്ള ചെറുപൂരമാണ് ഇപ്പോൾ നടക്കുന്നത് ആലപ്പുഴയിൽ. ആളുകളൊക്കെ അങ്ങോട്ടേക്ക് കൂടുതലായി എത്തുന്ന സമയമാണ് ഇനിയുള്ളത്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. എന്താണ് അവിടുത്തെ ആവേശം? അശ്വതി, ഓളപ്പരപ്പിന് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുന്നമടക്കായലിന് കരയിലാണ്, തീരത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. അശ്വതി പറഞ്ഞതുപോലെ ഒരു വശത്ത് ആവേശം, മറുവശത്ത് മഴയാണ്. രാവിലെ മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, എങ്കിലും ഒരു ശമനമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത്. കുറെ നേരമായി നമ്മുടെ ഇൻപുട്ട് എഡിറ്റർ കിരൺ ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട്, നിന്റെ സ്ക്രീൻ പ്രസൻസ് അവിടെ കാണാനില്ല. മാത്രവുമല്ല നമ്മുടെ സഹപ്രവർത്തകർ അവിടെ ശരണ്യയും ശ്രീജയും എൽദോയും ഒക്കെ അവശരായി. അതുകൊണ്ട് ഞാൻ മഴയത്ത് ക്ഷീണിച്ചു എന്നൊരു തോന്നൽ എനിക്കില്ല. കുറച്ച് മഴ കൊണ്ടാലും എനിക്ക് അവർക്ക് കുറച്ച് വിശ്രമം കൊടുക്കുക എന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഗായക സംഘത്തെ ഒരുവിധം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഈ മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയൊരു പാട്ടും ബഹളവും സാധാരണ നിലയിൽ കാണുന്നത് പോലെ ഈ ഭാഗത്തൊക്കെ വന്നാൽ ഉള്ളതാണ്. പക്ഷെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ചേട്ടാ നമസ്കാരം. നമുക്ക് ഈ ജലോത്സവമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അല്ല, ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ആലപ്പുഴ വള്ളംകളി കാണാൻ വേണ്ടി ഇന്നലെ എത്തിയതാണ്. 2 ദിവസമായിട്ട് ഈ വള്ളംകളിയോട് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ചേട്ടൻ ഈ നാട്ടുകാരനല്ല? ഈ നാട്ടുകാരനായിരുന്നു. 1988 എന്റെ വീടായിരുന്നു അത്. ഞങ്ങൾ ഇവിടുന്ന് വിറ്റുപോയെങ്കിലും എല്ലാ വർഷവും വള്ളംകളി കാണാനായിട്ട് 25-50 പേരുമായിട്ട് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ഇവിടെ വരും. കുറച്ചുകൂടെ ഇറങ്ങി കുറച്ച് മഴ കൊള്ളാം. ഞാൻ മാത്രം കൊണ്ടാ പോരല്ലോ. ഇനി എങ്ങനെ മനസ്സിൽ വിഷമം തോന്നുകയാണെങ്കിൽ അതിന്റെ പ്രാക്ക് എനിക്കല്ല, നമ്മുടെ ഇൻപുട്ട് എഡിറ്റർക്കാണ് കിട്ടുന്നത്. അപ്പോഴേ നമുക്ക് ഒരു പാട്ടായാലോ? വള്ളംകളിയാണ് കൊടുക്കാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ വരവേൽക്കാനാളും വേണം, കൊടിതോരണങ്ങൾ വേണം, വിജയശ്രീലാളിതൻ വരുന്നു ഞങ്ങൾ. ഓ ചമ്പക്കുളം പള്ളിക്കിന്ന് വള്ളംകളി പെരുന്നാൾ, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. കറുത്ത ചിറകുമുള്ള അരയന്നപ്പിട പോലെ കുതിച്ചു കുതിച്ചു പോയി കുതിര പോലെ. പാലക്കാട് വന്ന ആരാ ഉള്ളത്? പാലക്കാട് സ്വദേശി ആരാ ഉള്ളത്? കണ്ടിട്ടുണ്ട് വരുമ്പോ? ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഫസ്റ്റ് ടൈമാണ്. നല്ല ഓളുണ്ട്. ഞാൻ വള്ളംകളി എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ടിവിയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്ന നല്ലൊരു അനുഭവമായിരുന്നു. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങള് മണ്ണാർക്കാട് നിന്ന് വന്ന്. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ 318D 3 ലയൺസ് ക്ലബിന്റെ അംഗങ്ങളാണ്. കുമരമ്പത്തൂർ ലയൺസ് ക്ലബിന്റെ, കുന്തിപ്പുഴ ലയൺസ് ക്ലബ്, മണ്ണാർക്കാട് ലയൺസ്, 3 ക്ലബിന് സംയുക്തമായിട്ട് മോൻസി തോമസ്, ഞങ്ങളെ കുന്തിപ്പുഴ പ്രസിഡന്റാണ് ഇതെല്ലാം സംഘടിപ്പിച്ചത്. കാര്യം അദ്ദേഹമാണ് ഇതിന്റെ ഒരു മൊത്തം ചെയ്തത്. ആലപ്പുഴയും പാലക്കാടുമായിട്ടുള്ളൊരു വളരെ വലിയ സാമ്യം നമ്മുടെ നെൽകൃഷിയുടെ ഞങ്ങളെ സംബന്ധിച്ച് തൃശൂർ ഭാഗം, തൃശൂർ പൂരം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നഗരത്തിൽ നടക്കുന്ന വലിയ സംഭവമാണ്. എങ്കിൽ ആലപ്പുഴയിൽ നടക്കുന്ന ഈ വള്ളംകളി കേരളത്തിന്റെ ആത്മാവാണ് എന്നുള്ളതുകൊണ്ടാണ്
കപ്പടിക്ക ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല തുഴച്ചിക്കാർ പള്ളാത്തുരുത്തിയാണ്. നമ്മുടെ വലതുഭാഗത്തുള്ള അവരുടെ 6ാമത്തെ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാട്രിക്കാണ്. അവരെ അടിച്ചു പോകണമെന്നാണ് എനിക്ക് പണ്ട് സേവ ഉണ്ടായിരുന്നു. പോരാ ശരി ഇതാണ് വള്ളത്തുരുത്തി അടിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങൾ ബോട്ടിലേക്ക് കയറിയോ? അല്ല ഞാൻ വന്നിട്ടില്ലപ്പ, ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരുമല്ലേ, ഞങ്ങൾ ഒരുപാട് കാലമായി ആലോചിക്കുന്നു. പക്ഷെ കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചത് നിന്നിടാ വിചാരം ആയുഷ്ഠിരതയുമില്ല അത് നിന്നിമീ നരത്തം എന്നാണ് നമ്മുടെ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടെന്താണ് നമ്മളിവിടെ വരാൻ തീരുമാനിച്ചു. ചേട്ടാ മാഷാണോ? മനസ്സിലായി. അതെ, അതുകൊണ്ടെന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമായി. ഇനി അടുത്ത വർഷം മുതൽ എല്ലാ വർഷവും ഞങ്ങൾ വള്ളം കളിക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. ഗംഭീരമായിരിക്കുന്നു. നിങ്ങളുടെ ചാനലിനും എന്നാ പോകുന്നത്? തിരിച്ച് പാലക്കാട് ആലപ്പുഴ വന്ന 2-3 ദിവസം നിന്നെ പെന്നെന്തോ പാലക്കാട് നല്ല അപ്പൊ അങ്ങനെ വലിയൊരു ആവേശമാണ്, ആഘോഷമാണ്. ആ തരത്തിലാണ് ഇവിടുത്തെ ഒരു ആവേശം മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും നിങ്ങളായിട്ട് പാടുന്നത് ചമ്പക്കുളം നദിയിലും ചമ്പക്കുളം നദിയിലും പുന്നമടക്കായലിലും പുന്നമടക്കായൽ